നമസ്കാരം. പാലക്കാട് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ വേണ്ടി പോണത് നമ്മുടെ പാലക്കാട്ടിലെ പാലക്കയം പറയുന്ന സ്ഥലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു 110 ഏക്കറയോട് കൂടിയിട്ടുള്ള നല്ലൊരു റിസോർട്ടിനെയാണ് പരിചയപ്പെടാൻ വേണ്ടി പോണത്. ഇതാണ് നമുക്ക് കാണാൻ പോണ റിസോർട്ട്സ്. ഈ സ്ഥലം വന്നിട്ട് പാലക്കയം പറയുന്ന സ്ഥലത്തിലാണ് ഉള്ളത്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി ഇതാണ്. നമ്മുടെ പ്രോപ്പർട്ടിക്ക് വരുന്ന വഴി, അതായത് വീതി കൂടിയ താറിട്ട റോഡിൻ്റെ ഫ്രണ്ടേജ് മുതൽ നമ്മുടെ ഈ പ്രോപ്പർട്ടിക്ക് ഫുൾ ആൻഡ് ഫുൾ ഇതേപോലെ ഇൻ്റർലോക്കിംഗ് ചെയ്ത റോഡുണ്ട്. ഏത് വണ്ടി വേണമെങ്കിലും വരുന്ന രീതിക്കുള്ള നല്ല രീതിക്കുള്ള റോഡാണ് ഇവിടെ ഉള്ളത്. ഇവിടെ വന്നിട്ട് 110 ഏക്കർ സ്ഥലം നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഒരുപാട് മരങ്ങളും ഉണ്ട്. അതുകൂടാതെ ഒരു 12 യൂണിറ്റോളം താമസിക്കുന്ന സൗകര്യത്തോടു കൂടിയുള്ള റിസോർട്ടാണ് ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോണത്. അപ്പോൾ നമ്മളുടെ ഈ റിസോർട്ടിൻ്റെ സൈഡിൽ കൂടെ നല്ല ഹിൽ വ്യൂസ് ആണ് ഉള്ളത്. ഇവിടെ നോക്കുമ്പോൾ ഇതിൻ്റെ അപ്പർ സൈഡ് ഫുൾ ആൻഡ് ഫുൾ നല്ല രീതിക്കുള്ള ഹിൽ വ്യൂസ് ആണ് ഉള്ളത്.
അപ്പോൾ നമ്മുടെ ഈ റിസോർട്ട് ഈ ഭാഗത്തെ ഏറ്റവും ഉയരം കൂടിയ മലയുടെ മുകളിലാണ് ഉള്ളത്. ഇതിൽ ഒരു ഭാഗം വന്നിട്ട് നല്ല രീതിക്കുള്ള ഹിൽ വ്യൂ ഉണ്ടെങ്കിലും ഇതിൻ്റെ മറ്റൊരു ഭാഗം വന്നിട്ട് കാഞ്ഞിരപ്പുഴ ഡാമാണ് വരുന്നത്. സോ ഇതിൽ വന്നിട്ട് ഒരു റൂം എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാം. ഇതാണ് നമ്മുടെ റൂം. അത്യാവശ്യം വീതി കൂടിയ നല്ല റൂമാണ്. എല്ലാ റൂംസിലും AC കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. മുകളിലൊക്കെ നല്ല രീതിക്കുള്ള സീലിംഗ് ഇട്ടിട്ടുണ്ട്. ഇവിടെ ഇരിക്കുമ്പോൾ തന്നെ നല്ലൊരു വൈബാണ്. കാരണം ഈ ഭാഗത്ത് വന്നിട്ട് ഹിൽ വ്യൂ ധാരാളമുണ്ട്. ഗ്ലാസ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ ഇവിടെ ഒന്ന് ഓപ്പൺ ബാൽക്കണിയാണ്. ഇവിടുന്ന് എത്ര ദൂരം നോക്കിയാലും ഫുൾ ആൻഡ് ഫുൾ ഒന്ന് ഹിൽ വ്യൂസ് ആണ്. നല്ലൊരു പ്രൈവസി ഈ ഭാഗത്തുണ്ട്. അതേപോലെ ഇവിടെ ഒരു ചെറിയൊരു റൂം കൊടുത്തിട്ടുണ്ട്. കണ്ണാടി കാര്യങ്ങളും എന്തെങ്കിലുമൊക്കെ സാധനം വെക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥല സൗകര്യം ഈ ഭാഗത്തുണ്ട്. അതേപോലെ ഇതിൻ്റെ അറ്റാച്ച് ബാത്റൂമൊക്കെ ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെ ഒരു TV കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. ഇവിടെയാണ് അറ്റാച്ച് ബാത്റൂം ഉള്ളത്. അപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ റിസോർട്ടിൽ നമ്മൾ കണ്ട ഈ റൂംസ് മാത്രം വന്നിട്ട് ഫാമിലി റൂംസാണ്. അതായത് ഒരു റൂമിലും താമസിക്കുക, ഇന്ന റൂമിൽ കൂടെ ഒരു കണക്ഷൻ ഉണ്ട്. അങ്ങനെ 2 റൂമായിട്ടും താമസിക്കാൻ പറ്റിയ രീതിക്കുള്ള റൂമാണ് ഇവിടെ കാണുന്നത്. അതേപോലെ ഇൻഡിവിജ്വൽ സെപ്പറേറ്റ് റൂംസ് അപ്പുറത്തും ധാരാളം ഉണ്ട്. അതുകൂടാതെ ഇവിടെ വന്നിട്ട് ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയ ആയിട്ട് ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഈ ഭാഗം കാണുന്നത് വന്നിട്ട് ചിൽഡ്രൻസൊക്കെ വന്നിട്ട് കളിക്കുന്ന രീതിക്കുള്ള ഒരു ഗാർഡനിങ് ഏരിയയാണ്. ഇത് വന്നിട്ട് ചിൽഡ്രൻസ് പ്ലേയിങ് ഏരിയയാണ്. ഇവിടെ വന്നിട്ട് കുട്ടികളൊക്കെ കളിക്കുന്ന രീതിക്കുള്ള നല്ല രീതിക്കുള്ള ഊഞ്ഞാല് കാര്യങ്ങളെല്ലാം ഇട്ടിട്ടുണ്ട്. നല്ലൊരു സ്ഥലമാണ്. അതേപോലെ ക്യാമ്പ് ഫയറൊക്കെ വെക്കാൻ പറ്റിയ രീതിക്കുള്ള സ്ഥലമാണ് ഇവിടെ. ഇപ്പോൾ രാത്രി സമയങ്ങളിൽ ഇടയിൽ കൂടെ ഈ ഭാഗത്ത് തീയൊക്കെ വെച്ച് കത്തിച്ചിട്ട് ഇരിക്കാൻ പറ്റിയ രീതിക്കുള്ള ക്യാമ്പ് ഫയറിൻ്റെ സ്ഥലമാണ് ഈ സ്ഥലം. വേണ്ട രീതിക്ക് അവിടെ ചെയറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അതേപോലെ ഈ റിസോർട്ടിൻ്റെ ഈ മധ്യഭാഗത്ത് ഒരുപാട് ഇങ്ങനെ അത്തിപ്പഴം മരങ്ങൾ ഉണ്ട്. അത്തിപ്പഴം പറയും. അത് വന്നിട്ട് നന്നായിട്ട് കായ്ച്ച് നിൽക്കുന്നുണ്ട്. ഈ പഴം വന്നിട്ട് ഈ ഭാഗത്ത് നിറയെ ഉണ്ട്. അതേപോലെ ഇവിടെ വരുന്ന ഗസ്റ്റുകൾക്ക് വേണ്ട രീതിക്കുള്ള ഫുഡ് കാര്യങ്ങൾ വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ടൊരു കിച്ചൺ ഏരിയ ധാരാളമുണ്ട്. സോ ഇതെല്ലാം കൂടിയിട്ടുള്ള നല്ലൊരു പ്രോപ്പർട്ടിയാണ്. ഈ പ്രോപ്പർട്ടീൻ്റെ അപ്പുറത്ത് ഈ മരങ്ങളുടെ തൊട്ട് താഴെ ഭാഗത്തായിട്ട് അപ്പുറത്ത് നമ്മുടെ കാഞ്ഞിരപ്പുഴ ഡാമാണ് വരുന്നത്. ഇവിടെ നോക്കിയാൽ കാണില്ല. ഡ്രോൺ വ്യൂവിൽ ധാരാളം കാണാൻ സാധിക്കും. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വന്നിട്ട് നമ്മുടെ പാലക്കാടിലെ പാലക്കയം ഭാഗത്താണ്. പാലക്കയത്ത് നിന്ന് നമ്മുടെ സിരുവാണിക്കൊക്കെ പോണ വഴിയിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഇവിടെ നിന്ന് സിരുവാണി ഡാം വന്നിട്ട് ഏകദേശം 12 കിലോമീറ്റർ മാറ്റത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അതേപോലെ ഇവിടെ നിന്ന് നമ്മുടെ മണ്ണാർക്കാട്ടേക്ക് ഒരു 15 മുതൽ 20 കിലോമീറ്റർ വ്യത്യാസം ഉണ്ടാകും. അതേപോലെ പാലക്കാട്ടിൽ നിന്ന് നമ്മുടെ ഈ സ്ഥലത്തേക്ക് അറൗണ്ട് ഒരു 35 കിലോമീറ്റർ മാറ്റമുണ്ട്. നല്ലൊരു സൂപ്പർ ലൊക്കേഷനാണ് ഈ ലൊക്കേഷൻ. അപ്പോൾ നമ്മുടെ ഈ പ്രോപ്പർട്ടിയിൽ മെയിൻ റോഡ്, അതായത് താറിട്ട മെയിൻ റോഡിൻ്റെ ഫ്രണ്ടേജ് മാത്രം ഏകദേശം 2.5 കിലോമീറ്ററോളം താറിട്ട റോഡിൻ്റെ ഫ്രണ്ടേജ് ആയിട്ട് കിട്ടും. അതുകൂടാതെ ഈ പ്രോപ്പർട്ടീൻ്റെ അകത്ത് ഒരുപാട് മരങ്ങളുണ്ട്.
ഇതിൽ വന്നിട്ട് ഏകദേശം 1300 റബ്ബർ മരങ്ങൾ വെട്ടിയും കൊണ്ടിരിക്കുന്ന റബ്ബർ മരമാണ്, പാലെടുത്തുകൊണ്ടിരിക്കുന്ന റബ്ബർ മരമാണ്. അതുകൂടാതെ വെറും 3 വർഷം മാത്രം പഴക്കമായിട്ടുള്ള റബ്ബർ മരങ്ങൾ മാത്രം വന്നിട്ട് ഒരു 8000 റബ്ബർ ട്രീസ് ഉണ്ട്, 8000 റബ്ബർ മരമുണ്ട്. അതുകൂടാതെ കുറേ പാക്ക് മരങ്ങളുണ്ട്, അതൊരു 500 മരങ്ങളോളം ഉണ്ട്. അതുകൂടാതെ ഒരു 400ഓളം തെങ്ങുണ്ട്. ഇതെല്ലാം കൂടിയുള്ള പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. നിലവിൽ നല്ല രീതിക്ക് റണ്ണായി കൊണ്ടിരിക്കുന്ന പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടിയുടെ ഉടമസ്ഥൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ റേറ്റും കാര്യങ്ങളെല്ലതും വിളിക്കുന്ന സമയത്ത് നേരിട്ട് പറയുന്നതാണ്. അപ്പോൾ ഈ പ്രോപ്പർട്ടി കണ്ടിട്ട് ഈ പ്രോപ്പർട്ടി എടുക്കുക എന്ന താല്പര്യമുള്ള വ്യക്തികൾ എന്നെ വിളിക്കാം. ഞാൻ ശിവദാസാണ്, പാലക്കാട് പ്രോപ്പർട്ടീസ്. നിങ്ങളുടെ ഇടപാടുകൾ ഏതുണ്ടെങ്കിലും വളരെ ക്ലിയറായിട്ട് ചെയ്തു തരുന്നതാണ്. അപ്പോൾ താല്പര്യമുള്ളവർ വിളിക്കുക. നന്ദി, നമസ്കാരം.